അഷ്കർ, വെരി ഗുഡ് മോർണിംഗ് അഷ്കർ. തീർച്ചയായിട്ടും PV അൻവറുമായി ബന്ധപ്പെട്ട ഒരു ബ്രേക്കിംഗ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് ഇന്നത്തെ ബ്രേക്കിംഗ് അഷ്കർ? ഗുഡ് മോർണിംഗ്. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, PV അൻവറിന്റെ UDF പ്രവേശനം തന്നെയാണ് വിഷയം. പക്ഷേ അതിലൊരു നിർണായക നീക്കം ഇന്ന് നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. PV അൻവർ ഇന്ന് പാണക്കാട് എത്താൻ പോവുകയാണ്. അഥവാ UDF-ൽ PV അൻവറിന്റെ പ്രവേശനം വേണം, UDF-ലേക്ക് PV അൻവറിനെ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് UDF-നകത്ത് തന്നെ ഏറ്റവും വലിയ സമ്മർദ്ദം തുടരുന്നത് മുസ്ലിം ലീഗ് നേതൃത്വമാണ്. ലീഗ് അത്ര സമ്മർദ്ദമായി മുന്നോട്ട് പോകുമ്പോൾ PV അൻവർ ലീഗ് നേതാക്കളെ കാണാൻ പാണക്കാട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. UDF-ന്റെ ഓരോ നേതാക്കളെയും കാണാനാണ് PV അൻവറുടെ തീരുമാനം. അതിൽ മുസ്ലിം ലീഗ് നേതാക്കളെയും കോൺഗ്രസ് നേതാക്കളെയും ഒക്കെ തന്നെ ഇത്തരത്തിൽ സന്ദർശനത്തിന് വേണ്ടി PV അൻവർ അനുമതി തേടുകയും ചെയ്തിട്ടുണ്ട്. വൈകാതെ അത്തരം സന്ദർശനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും. അതിൻ്റെ ആദ്യ പടിയായിട്ടാണ് ഇപ്പോൾ PV അൻവർ UDF നേതാക്കളെ കാണുന്നതിൻ്റെ ആദ്യ കൂടിക്കാഴ്ച ഇപ്പോൾ ലീഗ് നേതൃത്വത്തെ കാണാൻ പോകുന്നു എന്നുള്ളതാണ്. ലീഗ് നേതാക്കളായി മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവരുമായിട്ടാണ് ഇന്ന് PV അൻവർ കൂടിക്കാഴ്ച നടത്താൻ പോകുന്നത്. ഇന്ന് 10 മണിക്ക് ശേഷം പാണക്കാട് എത്തിയായിരിക്കും ഈ കൂടിക്കാഴ്ച എന്നുള്ളതാണ്. നേരത്തെ തന്നെ PV അൻവറുമായി UDF-ൽ ആശയവിനിമയം നടക്കുന്നു. UDF-ൽ അൻവറിനെ പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. വരുന്ന UDF യോഗത്തിൽ അത് പരിഗണിക്കുമെന്നുള്ളത് ആദ്യം തുറന്നു പറഞ്ഞ UDF നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയാണ്. അത്തരത്തിൽ ഇന്നലെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പോലും മുസ്ലിം ലീഗ് അധ്യക്ഷൻ സ്വാദിഖ് അലി തങ്ങൾക്കും അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടിക്കും നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു PV അൻവറിൻ്റെ പ്രതികരണം. സമാനമായ രീതിയിൽ പ്രതിപക്ഷ നേതാവിനും VD സതീശൻ, ചെന്നിത്തല, സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, ബിഷപ്പുമാർക്കൊക്കെ തന്നെ PV അൻവർ തന്നെ പിന്തുണച്ചവർക്കൊക്കെ നന്ദി പറഞ്ഞിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ UDF നേതാക്കൾക്ക് പ്രത്യേക നന്ദി എന്ന് PV അൻവർ എടുത്തു പറഞ്ഞത് പോലും വലിയ രാഷ്ട്രീയം തന്നെയാണ്. ആ രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോൾ അതിൻ്റെ അടുത്ത ഘട്ടം കൂടി നടക്കുന്നു. ഇന്ന് പാണക്കാട്ടെത്തി മുസ്ലിം ലീഗ് നേതൃത്വമായി PV അൻവർ കൂടിക്കാഴ്ച നടത്താൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. സ്വാഭാവികമായും കോൺഗ്രസിന് മേൽ ഈ കൂടിക്കാഴ്ച വലിയ സമ്മർദ്ദമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെ വരെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന PV അൻവർ പിന്നീട് ഇടതുപക്ഷ പാളയം വിട്ട് പുറത്തേക്ക് വരുന്നു, പുതിയ സംഘടന രൂപീകരിക്കുന്നു, ഒറ്റയാൾ പോരാട്ടം നടത്തുന്നു. ആ ഒറ്റയാൾ പോരാട്ടത്തിനിടയിലാണ് ഇന്നലത്തെ അതിനാടകീയമായ അറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിന് പിന്നാലെ PV അൻവറിന് വലിയ പിന്തുണകൾ ഉണ്ടാകുന്നു. ആ പിന്തുണ കൂടി അതോടെ അതിനെ UDF-നൊപ്പം നിർത്തുക എന്നുള്ള ഒരു നിലപാടിലേക്ക് പൂർണ്ണമായ ലീഗ് നേതൃത്വം എത്തുന്നു. ആ ലീഗ് നേതൃത്വത്തെ കാണാനാണ് PV അൻവർ പോകുന്നത്. സ്വാഭാവികമായും സ്വാദിഖ് അലി തങ്ങളുടെ PK കുഞ്ഞാലിക്കുട്ടിയുടെ ലീഗ് നേതൃത്വത്തിൻ്റെ അറിവോടെ തന്നെ PV അൻവർ പാണക്കാട്ടേക്ക് എത്തുമ്പോൾ, പാണക്കാടിന് PV അൻവറിനെ സ്വീകരിക്കുമ്പോൾ അത് കൃത്യമായൊരു രാഷ്ട്രീയ സന്ദേശമാണ്. അത് കോൺഗ്രസിനും അതുപോലെ തന്നെ UDF-ലുള്ള മറ്റ് ഘടകകക്ഷികൾക്ക് പോലും ലീഗ് നൽകുന്ന ഒരു രാഷ്ട്രീയ സന്ദേശമായിട്ടും നമുക്കത് വായിച്ചെടുക്കേണ്ടി വരും. അത്തരമൊരു രാഷ്ട്രീയ നീക്കം ഇന്ന് നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത. അരുൺ. ഓക്കെ, താങ്ക് യു അഷ്കർ കരിമ്പ. അങ്ങനെ PV അൻവർ നീക്കം തുടങ്ങിക്കഴിഞ്ഞു. ഇന്നിപ്പോൾ 9 മണിക്ക് മാധ്യമങ്ങളെ കാണും, 10 മണിയോടുകൂടി പാണക്കാട് തങ്ങളെയും കാണും. അങ്ങനെ ലീഗ് വഴി UDF-ലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ വിഷയത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയാണ് ആദ്യം അനുകൂലമായി പ്രതികരിച്ചതുമെന്നാണ് മനസ്സിലാക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടിയും ലീഗും PV അൻവറിനെ സ്വാഗതം ചെയ്യുന്ന കാര്യത്തിൽ അനുകൂല നിലപാടാണ്. ഇക്കാര്യത്തിൽ അനൗപചാരികമായ ചർച്ചകൾ നടന്നിട്ടുണ്ടെന്ന് ഇന്നലെ PK കുഞ്ഞാലിക്കുട്ടി പറയുകയും ചെയ്തു. അങ്ങനെ PV അൻവർ UDF-ലേക്ക് എത്തുകയാണ്. UDF-ന്റെ യോഗമാണ് ഔപചാരിക ഈ വിവരം സ്ഥിരീകരിക്കേണ്ടത്. അതിലിപ്പോൾ ഘടകകക്ഷികളും കോൺഗ്രസിലെ 90% നേതാക്കളും PV അൻവറിനെ UDF-ലേക്ക് എടുക്കുന്ന കാര്യത്തിൽ ഏകദേശം അനുകൂല നിലപാടെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്.